കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിൽ ഫ്രാൻസ്, നേപ്പാൾ, അമേരിക്ക ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഫ്രാൻസിലെ വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസിൽ നോൺ കോൺഫിഡൻസ് മോഷൻ, അതായത് അവിശ്വാസ പ്രമേയം, അതിപ്പോൾ മാക്രോണിൻ്റെ സർക്കാർ അവിടെ തുടരെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിനിടെ 4ാമത്തെ പ്രൈം മിനിസ്റ്റർക്കെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്നത്. ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു വോട്ട് വീതം നോക്കിക്കഴിഞ്ഞാൽ 194 പാർലമെൻറ്റ് മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാക്രോണ് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മാക്രോണിൻ്റെ പ്രൈം മിനിസ്റ്റർക്ക് അനുകൂലമായിട്ട്. അപ്പം പക്ഷേ ഈ പ്രൈം മിനിസ്റ്ററിനെ എതിർത്തുകൊണ്ട് 364 മെമ്പേഴ്സ് എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ 2 ഓപ്ഷനാണ് മാക്രോണിൻ്റെ മുന്നിലുള്ളത്. ഒന്ന്, ഈ ഭരണം പിരിച്ചുവിട്ടിട്ട് പുതിയ ഇലക്ഷൻ വയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നുമുള്ള ഒരു പ്രൈം മിനിസ്റ്ററെ നിയമിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ചാലഞ്ച്. ഇനിയിപ്പോൾ മാക്രോൺ ഒരു പുതിയ പ്രൈം മിനിസ്റ്ററെ തന്നെ തിരഞ്ഞെടുത്ത് അവിടെ മുന്നോട്ട് കാര്യം കൊണ്ടുപോകുമെന്ന് വെച്ചോ, എന്ത് സംഭവിക്കും? ഒരു രീതിയിലുള്ള റെസൊല്യൂഷനോ ഒരു അമെൻമെൻറ്റോ ഒന്നും തന്നെ പാസ്സാക്കാൻ കഴിയില്ല. എന്ത് മുന്നോട്ട് വെച്ചാലും അത് പരാജയപ്പെടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉക്രൈനെ കുറിച്ച് ഫണ്ട് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസൊല്യൂഷൻ വെച്ചാൽ പോലും അത് പരാജയപ്പെടും. കാരണം അവിടെ മാസീവായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്. അവിടെ പ്രതിപക്ഷം ഏറ്റവും ശക്തി ആർജിച്ചിരിക്കുന്ന ഒരു ടൈം. അതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രാൻസിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു ഭരണകൂടം പിരിച്ചുവിടുക, ഇലക്ഷൻ വയ്ക്കുക എന്നുള്ളതാണ്, റീ ഇലക്ഷൻ. അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നും പ്രൈം മിനിസ്റ്ററിനെ തിരഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയായിരിക്കും. ഇമാനുവൽ മാക്രോണിൻ്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു രീതിയിലുള്ള പ്രൊപ്പോസൽസും അംഗീകരിക്കപ്പെടില്ല. ഇനി നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ ജൻസി കിഡുകളുടെ ആ ഒരു പ്രൊട്ടസ്റ്റ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നേപ്പാളെ കുറിച്ച് വേണമെങ്കിൽ കഥയായിട്ട് ഇങ്ങനെ പലതും പറയാം. ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്, ശരിയാണ് എന്ന് പറഞ്ഞിട്ട് നേപ്പാൾ ഗവൺമെന്റ് അവിടെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതുമായിട്ട് ഇന്ത്യയെ ബന്ധിപ്പിച്ച് പല രീതിയിലുള്ള, അതായത് അവർ തന്നെ സ്വന്തമായിട്ടൊരു വാർത്ത ഉണ്ടാക്കുക, എന്നിട്ട് ആ വാർത്തയെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വാർത്ത ഇറക്കുക. ഈ രീതിയിലുള്ള ഉടായ്പ വാർത്തകളൊക്കെ കുറേ ഇറങ്ങുന്നുണ്ട്. അതിനൊന്നും കാര്യമില്ല. നേപ്പാളിൽ സംഭവിച്ചത് ശരിക്കും ഗവൺമെന്റിന്റെ താല്പര്യമാണ്. കാരണം ഈ ജൻസി കിഡുകളുടെ ഇടയിൽ ശരിക്കും ഈ ഗവൺമെന്റിനെതിരെയുള്ള, അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ ഗവൺമെന്റിനെതിരെയുള്ള നിലപാടുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഏതാണ്ട് 28ഓളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിരോധിച്ചത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വേറെ ഒന്നുമല്ല, പക്ഷേ ഇതൊരു മണ്ടൻ തീരുമാനമാണ്. കാരണം ഇത്രമാത്രം യങ് പോപ്പുലേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവാണ് ഇവിടെ കണ്ടത്. അതും ഇന്ത്യയിൽ ഡിജിറ്റൽ ടാക്സ്, ഡിജിറ്റൽ താരിഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കോമ്പിനേഷൻ വാർത്തകളൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതും തമ്മിൽ അങ്ങറ്റം ഇങ്ങറ്റം വ്യത്യാസമുണ്ട്. പിന്നെ ഇന്ത്യയൊന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നും നിരോധിക്കാൻ പോകുന്നില്ല, അതൊക്കെ മണ്ടത്തരങ്ങളാണ്. പിന്നെ ഇന്ത്യ നിരോധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും എന്നുള്ള രീതിയിൽ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യ നിരോധിച്ചു കഴിഞ്ഞാൽ ആ കമ്പനികൾക്ക് നേപ്പാൾ നിരോധിക്കുന്ന പോലെയുള്ള ആഘാതമല്ല അത് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നേപ്പാൾ നിരോധിക്കുന്നത് പറഞ്ഞാൽ ലിറ്ററലി മേജർ സോഷ്യൽ മീഡിയ പ്ലെയേഴ്സിനൊക്കെ അതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. അതുപോലെയല്ല ഇന്ത്യ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ. ചൈനയുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേ സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ളിലാണെന്നുണ്ടെങ്കിലാണ് ഈ ഗ്ലോബൽ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ ഏറ്റവും വലിയ ഒരു കോമ്പറ്റീഷൻ ഉള്ളത്. ഇന്ത്യയാണ് അവരുടെ മേജർ കസ്റ്റമേഴ്സ്. അപ്പോൾ ആ രീതിയിലുള്ള ഇന്ത്യയിൽ ഈ നടപടി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനികൾക്കാണ് ഇരട്ടി നഷ്ടമുണ്ടാകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. നേപ്പാളിൽ ഉണ്ടാകുന്നത് പോലെ സെയിം സംഭവം ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് പലരും ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ എനിവേ, ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നും നിരോധിക്കാൻ പോകുന്നില്ല. നമുക്ക് അതിനകത്ത് തലയ്ക്കകത്തോളമൊന്നുമില്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നേപ്പാളിൽ ശരിക്കും ഇങ്ങനെയാണ് സംഭവം. അതിന് പ്രത്യേക കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വരുന്ന അലിഗേഷൻസ് അത് സ്പ്രെഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ എന്തായാലും ഈ ഒരു പ്രൊട്ടസ്റ്റിൽ 19ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇനി അതുപോട്ട് ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൻ്റെ ഭാഗത്ത് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിറ്റി ഹാൾ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് 3 സിംഹത്തിൻ്റെ തലയുള്ള ഒരു എംബ്ലം, ഇന്ത്യയുടെ നാഷണൽ സിംബൽ, അതൊരു സൈഡിലുണ്ടായിരുന്നു. ഇത് കശ്മീരിലെ കുറച്ച് ആൾക്കാർക്ക് ഇത് താല്പര്യപ്പെട്ടില്ല. കശ്മീരിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ആ ഒരു സിംബൽ വരിക എന്നുള്ള രീതിയിൽ അതിനെ പോയി ഇടിച്ച് പൊളിച്ച് ആ ഒരു സിംബൽ പതിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഇനോഗ്രേഷൻ നോട്ടീസ് ബോർഡ്, ഫലകം, ആ ഫലകത്തിൽ പോയിട്ട് ഇത് ആ ഒരു സിംബൽ ഇടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ ഇവന് ഇതേപോലെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ ഇപ്പോഴും കശ്മീരിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഇപ്പം ഒമർ അബ്ദുള്ള അതിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതൊട്ടും ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, എല്ലാം നിങ്ങൾ വലിച്ചെറിയണം. വലിച്ചെറിഞ്ഞാൽ മാത്രം പോരാ, നാട് കടത്തണം. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ അട്രോസിറ്റി ചെയ്യുന്ന ആൾക്കാരെ. ഇന്ത്യയുടെ ടാക്സ് പൈസ വേണം, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വേണം, ഇന്ത്യയുടെ പ്രൊട്ടക്ഷൻ വേണം, ഇന്ത്യൻ ആർമി അവന് വേണ്ടി പണിയെടുക്കണം, ഇതെല്ലാം ചെയ്യണം. പക്ഷേ ഇന്ത്യയുടെ ആ സിംബൽ എവിടെ പോകുമ്പോഴത്തേക്കും അവന് ഇച്ചിരി ചൊറിച്ചിലെടുക്കും. അപ്പം ഇങ്ങനത്തെ ചൊറിച്ചിലുള്ള ചില എണ്ണങ്ങൾ ഇപ്പോഴും കശ്മീരിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവരെയൊക്കെ തൂക്കിപ്പറക്കി ഇപ്പോഴേ തന്നെ പുറത്താക്കണം. അടുത്ത വാർത്ത ചൈനയെക്കുറിച്ചാണ്. ചൈനയും നോർത്ത് കൊറിയയും തമ്മിൽ SCO സമ്മിറ്റ് സംസാരിച്ചല്ലോ. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് അവർ കോൺഫിഡൻഷ്യൽ ആയിട്ട് അവർ സംസാരിച്ച വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയ വീണ്ടും
ന്യൂക്ലിയർ വെപ്പൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചൈന കൊടുക്കുമെന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവർ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്കുള്ള ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈന പൂർണ്ണമായിട്ട് സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിഷ് ആവുന്നുണ്ട്. ഇത് പുറത്തു വന്നതോടുകൂടി അമേരിക്ക ശരിക്കും വെട്ടിലാകുന്ന അവസ്ഥയാണ്. കാരണം ചൈന പല ആയുധങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്കുള്ളിൽ ചൈനയെ തിരിച്ചടിക്കാൻ പാകത്തിനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട്. അഗ്നി 5 ഒക്കെ നമുക്കും ഇതേപോലെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബോംബിംഗ് നടത്താനുള്ള സെറ്റപ്പുള്ള ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ്. ന്യൂക്ലിയർ വെപ്പൺ ഘടിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോകാതിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് ഇന്ത്യയുടെ കപ്പാസിറ്റി നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ ഇവിടെ അമേരിക്ക ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, അതായത് ഈ ചെറിയ താരിഫ് എന്നുള്ള ചെറിയ വിഷയത്തിനെ ചൊല്ലി ഇന്ത്യ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും അതേസമയം ചൈനയ്ക്ക് വലുതായിട്ട് ഒരു ദോഷങ്ങളും വരുത്താത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അമേരിക്ക പെരുമാറുകയും ചെയ്യുമ്പോഴത്തേക്കും ഈ അവസരം മുതലാക്കിക്കൊണ്ട് ചൈന കൂടുതൽ നേട്ടം കൊയ്യുകയും ചൈന അവരുടെ പോളിസികൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ശരിക്കും അമേരിക്ക ഇന്ത്യ ഒപ്പം നിർത്തി ചൈനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനിരുന്ന ഒരു 4 വർഷമാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ ഒരു 4 വർഷക്കാലം. ആ ശരിക്കുമുള്ള ആ ഒരു ഡ്യൂറേഷനാണ് ട്രംപ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അമേരിക്കൻ ഡിപ്ലോമസിയിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാർക്കായിട്ട് രേഖപ്പെടുത്തപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പല എക്സ്പെർട്ടുകളും ഇതാണ് പറയുന്നത്. ഈ 4 വർഷം ചൈന തകൃതിയായിട്ട് വളരും, അതിൽ യാതൊരു മാറ്റമില്ല. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് അതാണ്. ഡൊണാൾഡ് ട്രംപിന് ജിയോ പൊളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഡൊണാൾഡ് ട്രംപിന് ചൈനയെ എങ്ങനെ കൗണ്ടർ ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. ഡൊണാൾഡ് ട്രംപ് കുറച്ച് റെയർ എലമെന്റ്സിന് വേണ്ടിയിട്ട് അമേരിക്കയെ ചൈനയുടെ മുന്നിൽ അടിയറവ് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതും കൂടി പോരാഞ്ഞിട്ട് ഇന്ത്യയും കൂടി അവരുടെ ചേരിയിലേക്ക് തള്ളിവിടുന്ന നയമാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഒരു പ്രസിഡന്റുമാരും ചെയ്യാത്ത തരത്തിലുള്ള ഒരു മിസ്റ്റേക്കാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ ലെറ്റസ്, ഇന്ത്യക്ക് പ്രശ്നമൊന്നുമില്ല. ഇതൊരു മിസ്റ്റേക്ക് ആണെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ 4 വർഷം കഴിയുമ്പം റഷ്യ ഓൾറെഡി തന്നെ ആണവായുധങ്ങളുടെ നല്ലൊരു ശേഖരം തന്നെ റഷ്യയുടെ പക്കലുണ്ട്. ചൈന അതേപോലെ തന്നെ സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നോർത്ത് കൊറിയയും അവരുടെ പ്രോക്സി ആയിട്ട് അവർ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനേക്കാളും ഏറ്റവും കൂടുതൽ നോർത്ത് കൊറിയയാണ് പൊട്ടൻഷ്യലായിട്ട് ചൈന നോക്കിക്കാണുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവരുടെ ചെറിയൊരു പ്രോക്സിയാണ്. അത് ശരിക്കും ഇന്ത്യയെ ബാലൻസ് ചെയ്യാനും സമയം കിട്ടുമ്പോഴൊക്കെ അവർക്ക് ട്രേഡ് റൂട്ടും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നടത്താനും കശ്മീർ മേഖലകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീവ്രവാദ പ്രവർത്തനം നടത്തണമെങ്കിൽ പാകിസ്ഥാനെ വെച്ചൊക്കെ ചെറുതായിട്ട് ഇന്ത്യക്ക് ചെറിയ രീതിയിൽ തലവേദന ഉണ്ടാക്കാൻ മാത്രമേ പാകിസ്ഥാനെ ചൈന ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ നോർത്ത് കൊറിയ ശരിക്കും അങ്ങനെയല്ല. നോർത്ത് കൊറിയ വൻ ഡേഞ്ചറാണ്. ആ ഡേഞ്ചറിന് എണ്ണയും വളവും ഇട്ട് കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെദർ യു അക്സെപ്റ്റഡ് ഓർ നോട്ട്, ദിസ് ഇസ് ട്രൂ. അമേരിക്കയുടെ വാർ സെക്രട്ടറി പീറ്റെ ഹെക്സത്ത്, ഡിഫൻസ് മിനിസ്റ്റർ, ഇപ്പോൾ വാർ സെക്രട്ടറി എന്നാണ് വിളിക്കുന്നത്. പുള്ളി പ്യൂട്ടോറിക്കയിൽ എത്തിയിരിക്കുകയാണ്. പ്യൂട്ടോറിക്കയിൽ എത്തിയത് വേറെ ഒന്നും കൊണ്ടല്ല, വെനിസുലയുടെ ആ സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെനിസുലയാണെങ്കിൽ ഹൈ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. അവരും തകൃതിയായിട്ട് അവരുടെ മിലിറ്ററി ബറ്റാലിയൻസിനെയൊക്കെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഏത് നിമിഷം എന്ത് സംഭവിക്കാമെന്നുള്ള സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അതിൽ വെനിസുല ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഉള്ളിലുള്ള ഓയിലാണ്, എണ്ണശേഖരമാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നുള്ളത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വെനിസുവേലയുടെ മദുറാവോ പറഞ്ഞിരിക്കുന്നത് ഇത് സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞേ പറ്റൂ, ഗ്രേറ്റ തൻബർഗ്. ഈ ഗ്രേറ്റ തൻബർഗ് ഞാൻ അടങ്ങില്ല, എന്നെക്കുറിച്ച് എപ്പോഴും പത്രത്തിൽ 2-3 വാർത്തകൾ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളൊരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രേറ്റ തൻബർഗ്. ഗ്രേറ്റ തൻബർഗ് അറിയാമല്ലോ, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് 2016-17 കാലഘട്ടങ്ങളിൽ UN കടന്നു വന്ന വ്യക്തിയാണ് ഗ്രേറ്റ തൻബർഗ്. Just got hit. The vessel is on fire. Our vessel is on fire. We've been hit by what appears to be a drone. We've been hit by what appears to be a drone. The family boat has been officially attacked. A drone came right above it, released a bomb, and it exploded. ഗ്രേറ്റ തൻബർഗ് ഇപ്പം ഗാസയിലേക്ക് വീണ്ടും വരാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത് ബോട്ടിൽ കറക്റ്റ് ട്യൂണീഷ്യയുടെ ഏരിയയിലേക്ക് ആ ഒരു ബോട്ട് കടന്നു വന്ന സമയത്ത് അവരുടെ ബോട്ടിലേക്ക് പെട്ടെന്ന് തീ പിടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫയർ ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോൺ അറ്റാക്ക് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് ഒരുപക്ഷെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ അറ്റാക്ക് ആണെന്ന് അവർ അനുമാനിക്കുന്നു. അനുമാനം മാത്രമല്ല, അവർ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ടുണീഷ്യയുടെ സൈഡിൽ വന്നുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിന്ന് ഡ്രോൺ വിടുന്നത്? നിങ്ങൾ ശരിക്കും ഗാസയിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യും. അത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് റിപ്പീറ്റ് ചെയ്യും. അല്ലാതെ ആ ബോട്ടിലേക്ക് ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾ കടന്നു വന്നിരുന്ന ഈ മേഖല ടുണീഷ്യയുടെ മേഖലയാണ്. നിങ്ങൾ ടുണീഷ്യയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ വിലയിരുത്തൂ. കാരണം ടുണീഷ്യയുടെ ഇന്റലിജൻസും ടുണീഷ്യയുടെ ആർമിയൊക്കെ ഇത് ചെക്ക് ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഉത്തരം തരും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ടുണീഷ്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയ ആൾക്കാരാണ്, നിങ്ങളുടെ ബോട്ട് തീ പിടിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ വെള്ളത്തിൽ മുങ്ങി ചാവാനിരുന്ന സമയത്ത് നമ്മൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെടുത്ത് നിങ്ങൾ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങളല്ല ഇത് ചെയ്ത വ്യക്തികൾ എന്നാണ് ടുണീഷ്യ കൈയൊഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഗ്രേറ്റ തൻബർഗ് ഇപ്പം ടുണീഷ്യയിലുണ്ട്. ഗാസയിൽ വരാൻ വേണ്ടിയിട്ട് ബോട്ടെടുത്ത് വന്ന വ്യക്തി അവരുടെ ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ഇപ്പം ടുണീഷ്യയിലുണ്ട്. അപ്പം പാലസ്തീൻ വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ 8 ലക്ഷം ആൾക്കാരെ ഗാസയിൽ നിന്ന് പുറത്താക്കാൻ പോവാണ്. ഇസ്രായേൽ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്, 8 ലക്ഷം ആൾക്കാരെ ഗാസയിൽ നിന്ന് പുറത്താക്കാൻ പോവാണ്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഹമാസും IDF നേരിട്ട് കൺഫ്രണ്ടേഷൻ ചെയ്യും. ഇനിയിപ്പം ഈ സിവിലിയൻസിനെ വെച്ചുകൊണ്ടുള്ള കളി വേണ്ട എന്നാണ് ഇസ്രായേൽ പറയുന്നത്. വളരെ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ആണ്.
ഇത് തന്നെയാണ് നമ്മൾ 2-3 ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ റഫ ഭാഗത്ത് കുറച്ച് സ്ഥലം ഈജിപ്റ്റ് വിട്ടുകൊടുക്കേണ്ടി വരും. ഈ 8 ലക്ഷം ആൾക്കാരെ പുറത്തിറക്കി കഴിഞ്ഞാൽ ഈജിപ്റ്റ് പ്രശ്നമുണ്ടാക്കും. കാരണം അവരെങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ടെമ്പററി സെറ്റിൽമെന്റ് ഉണ്ടാക്കണം. നമ്മൾ ഇതിനെക്കുറിച്ച് ഗാസയിലെ അടുത്ത 10 വർഷത്തെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ഞാൻ മാപ്പ് സഹിതം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ റഫ ഭാഗത്ത് ആ ഫിലഡൽഫി കോറിഡോറിന്റെ ഭാഗത്ത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് പോർഷൻ സൈനായി ഈജിപ്തിന്റെ ആ ഒരു പോർഷൻ ഇസ്രായേലിന് കൊടുക്കേണ്ടി വരും. അവിടെ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുകയും അവിടെ പോയി താമസിക്കാം. ഈ എയ്ഡ് വിതരണങ്ങളൊക്കെ ആ മേഖലയിലായിരിക്കും ഇനി കേന്ദ്രീകരിച്ച് നടക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗാസ അവിടെ നിന്ന് കുറച്ചുകൂടെ മൂവ് ചെയ്യുകയാണ്. അതാണ് ശരിക്കും നടക്കാൻ പോകുന്നത്. ശരിക്കും 10-22 ലക്ഷം ആൾക്കാരുടെ കണക്കാണ് മൊത്തത്തിൽ പറയപ്പെടുന്നത്. ലെറ്റ്സ് സേ 20 ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും ഇതിലിപ്പോൾ യുദ്ധത്തിൽ ഒരു 60-65 ആൾക്കാരോളം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചോ. ബാക്കിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ 8 ലക്ഷം എന്ന് പറയുന്നത് ലിറ്ററലി ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ. 8 ലക്ഷം പേരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാന്നുണ്ടെങ്കിൽ ഏതാണ്ട് പകുതിയോളം ഗാസ ഒഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പകുതി ഗാസ ശരിക്കും അവിടെ അടിച്ച് പിറക്കി വൃത്തിയാക്കുകയാണ്. അതായത് ഹമാസിന് അവിടെ യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ, അതായത് സിവിലിയൻസിനെ മറയാക്കിക്കൊണ്ട് ഇനിയുള്ള കളി വേണ്ട എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ ഉള്ളിൽ നടന്ന ആ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു വെടിവെപ്പ് നടത്തിയ ആൾക്കാരെ പ്രശംസിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഈ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേലികളാണ് അവിടെ താമസിക്കുന്നത്. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു കണക്ക് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഈ 2 വ്യക്തികളും ജനീൻ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പിൽ നിന്നാണ് ഇവർ വന്നത്. ആ ക്യാമ്പ് മൊത്തം ഇസ്രായേൽ കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. മൊത്തത്തിൽ കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. ക്യാമ്പ് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന 2-3 സ്ഥലങ്ങളും കൂടി കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ ഇന്നലെ മാത്രം 40 ബിൽഡിങ്ങുകൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ എയർഫോഴ്സ് നടത്തിയിട്ടുണ്ട്. 40ഓളം ബിൽഡിങ്ങുകൾ ഡൗൺ ചെയ്തിട്ടുണ്ട്, നിലം പതിപ്പിച്ചിട്ടുണ്ട്. 40 ബിൽഡിങ്ങുകൾ. ഇത് തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വീണ്ടും തുടരും. ഹമാസ് ആണെങ്കിൽ സിവിലിയൻസിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് എവിടെ ഇറങ്ങി പോകരുത്. അതായത് ഹമാസിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുതെന്നാണോ, അല്ലെങ്കിൽ ഹമാസിനൊപ്പം നിൽക്കണം എന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും എന്നാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഹമാസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോകരുത്. സിവിലിയൻസിന് അടുത്ത് പറയുകയാണ്. ഇവർക്ക് ഇസ്രായേലിന് IDF-നെ തിരിച്ചടിക്കാനുള്ള ശേഷിയില്ല. എന്നാൽ ഇവർ സിവിലിയൻസിനെ ഇറങ്ങി പോകരുതെന്നും പറയുന്നുണ്ട്. ഇതിൽ എന്ത് ന്യായമാണ്? ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ട് പോകുന്നവൻ രക്ഷപ്പെട്ട് പോട്ടെ. നിങ്ങൾക്ക് അഥവാ ആ രീതിയിലുള്ള കെടാത്ത തീ, അണയാത്ത തീ നിങ്ങൾക്ക് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പൊരുതാം. നിങ്ങൾ പൊരുതൂ, അല്ലാതെ ഇതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ ഈ സാധാരണക്കാരനെ വെറുതെ വിടൂ, അതാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ ലെബനാന്റെ ഉള്ളിൽ ഒരു ഡ്രോൺ അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആയുധക്കടത്ത് കണ്ടെത്തിയതിന്റെ പേരിലാണ് ഈ ഒരു ഡ്രോൺ അറ്റാക്ക്. ഇത് ശരിക്കും ആയുധങ്ങൾ കടത്തിക്കൊണ്ടുപോയ ഒരു LCV ലോഡ് ക്യാരിയിങ് വെഹിക്കിളിന്റെ മേളിലാണ് ഈ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയത്. അതുപോലെ തന്നെ സിറിയക്കുള്ളിൽ ഒരു സ്റ്റോക്ക് പൈൽ, അതായത് ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഗോഡൌൺ, ആ ഗോഡൌൺ ആണ് സിറിയക്കുള്ളിൽ അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. സിറിയ ഇപ്പോഴും വൈറ്റ് ഫ്ലാഗ് തന്നെയാണ്, സമാധാനത്തിന്റെ ഫ്ലാഗ് തന്നെയാണ്. ഇസ്രായേലിന്റെ കാര്യം വരുമ്പോഴത്തേക്കും പക്ഷേ ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ തുർക്കിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചിട്ട് പിന്നീട് ഇസ്രായേലുമായിട്ട് നിങ്ങൾ അബ്രഹാം അക്കോർഡ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച നടത്തിയാൽ മതി എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഡബിൾ സ്റ്റാൻഡ് വേണ്ട എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പൊ അതുവരെ ഇപ്പൊ ഇത് തുർക്കി കൊടുത്ത ആയുധങ്ങളാണോ എന്ന് പോലും അറിയത്തില്ല. ഇത് സിറിയയുടെ HTSന്റെ ആയുധങ്ങൾ പതുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയത്. ഇസ്രായേൽ ആണെങ്കിൽ സിറിയയുടെ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും കൺസിഡർ ചെയ്യുന്നില്ല. ആ ഭാഗത്ത് ആയുധങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതിൽ ഇസ്രായേൽ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. തുടരെ വെച്ചലക്കാണ് സിറിയയെ. UK ഒരു നിർണായക തീരുമാനം. ശരിക്കും UK ചിലപ്പോൾ നാളെ മാരകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, UK കോർട്ടിൽ UKയുടെ ഗവൺമെന്റ്, കീർ സ്റ്റാർമറിന്റെ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ നടത്തുന്നത് ജനസൈഡ് അല്ല, ഇസ്രായേൽ നടത്തുന്നത് അവരുടെ ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് എന്നാണ് UKയിലെ ലേബർ പാർട്ടി നയിക്കുന്ന കീർ സ്റ്റാർമറിന്റെ ഗവൺമെന്റ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇസ്രായേലിന്റെ പ്രസിഡന്റ് UK വിസിറ്റ് ചെയ്യാനിരിക്കുകയാണ്. കമ്മിങ് ഡേയ്സിൽ തന്നെ ഇസ്രായേലിന്റെ പ്രസിഡന്റ് UK വിസിറ്റ് ചെയ്യും. ആ സാഹചര്യത്തിലാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഇസ്രായേലിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ തീരുമാനം കോർട്ടിൽ സബ്മിറ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഒരു ടീം ഇന്ത്യയിലുണ്ട്. ബെസായൽ സ്മൂട്രിച്ച് ഇന്ത്യയുമായിട്ട് പല കരാറുകൾ ഒപ്പുവെക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്നലെ ജെറുസലേമിൽ നടന്ന ആ ഒരു തീവ്രവാദ ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ മോദി തന്നെയാണ് ഇതിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചത്. നെതന്യാഹു അതിനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റും പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വാർത്ത കൂടി കൂട്ടിച്ചേർക്കാനാണ് വെച്ചാൽ മിലൈ, അർജന്റീനയുടെ ലീഡറായിട്ടുള്ള മിലൈ, ഈ മിലൈയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം, ഈ മിലൈ എന്ന് പറയുന്നത് അവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്ററിന്റെ സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ മിലൈ എന്ന് പറഞ്ഞ ഈ ഒരു നേതാവിനെതിരെ അവിടെ ഉയർന്നു വരുന്നത്. ഈ മിലൈ ഏറ്റവും കൂടുതൽ അമേരിക്കൻ സപ്പോർട്ടീവ് ആണ്. അപ്പോൾ ഈ അമേരിക്കൻ സപ്പോർട്ടർ ആയിട്ടുള്ള ഈ ഒരു വ്യക്തിക്കെതിരെ ഓൾറെഡി തന്നെ അർജന്റീനയുടെ ഉള്ളിൽ അമേരിക്കൻ വിരോധികളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവിടെ ഈ അർജന്റീനയിൽ. അപ്പോൾ അവരുടെ ഒന്നും സപ്പോർട്ടില്ല. അത് ഇപ്പോൾ കൂടുതൽ വ്യാപിച്ചു വരികയാണ്. ശരിക്കും ഈ മിലൈയുടെ സപ്പോർട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് കൂടുതൽ കുറയാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റർ കാണിച്ച പ്രവൃത്തി, അതായത് അർജന്റീനയുടെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് പോയ ഫോറിൻ കമ്പനികളെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഈ മിലൈയുടെ സിസ്റ്റർ നടത്തുന്ന കമ്പനി ത്രൂ ആണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നം അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജനപിന്തുണ ഇപ്പം ഈ മിലൈ എന്ന് പറഞ്ഞ ആ രാജ്യത്തിന്റെ ലീഡറിന് ഇപ്പം സപ്പോർട്ടില്ല. ആ രാജ്യത്തിന്റെ
അതിപ്പോൾ നിലവിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടത്തിയ ഒരു ഇലക്ഷൻ, നമ്മുടെ നാട്ടിൽ ബൈ ഇലക്ഷൻസ് ഒക്കെ നടക്കുന്ന പോലെ അവിടെയും ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു. ആ ഇലക്ഷനിൽ ഈ ഭരണകക്ഷി നിരുപാധികം പരാജയപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് മില്ലയെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ മില്ലയ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഇപ്പോൾ പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് അർജന്റീനയുടെ നിലവിലെ സിറ്റുവേഷൻ. അർജന്റീനയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അർജന്റീന ഓൾറെഡി തന്നെ ബ്രിക്സിൽ ചേരാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് വാതിൽ വരെ എത്തി എല്ലാം ഒപ്പിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നതാണ്. കാരണം അർജന്റീന ആൾസോ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. അപ്പോൾ അതുകൂടി ബ്രിക്സിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആവും ബ്രിക്സ്. അതിനെയാണ് അമേരിക്ക ജസ്റ്റ് ഈ ഒരു മില്ലയ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഭരണാധികാരി വന്നപ്പോഴത്തേക്കും ജസ്റ്റ് അങ്ങ് വളച്ചെടുത്ത് ബ്രിക്സിൽ ചേരണ്ട എന്നുള്ള നിലപാട് മില്ലയ് എടുത്തത്. ഇപ്പം മില്ലയ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും അർജന്റീന ബ്രിക്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സൂചിപ്പിച്ചത്. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.